നടക്കാനാണോ പ്ലാൻ? ഏ അത് പിന്നെ ഉറങ്ങിപ്പോയി ഞാൻ. എന്നാ നമുക്കൊന്ന് പോയാലോ? ഇവിടെ നീ കൂടുതൽ നേരം ഇരിക്കണ്ടല്ലോ. ആ അതെ, നമുക്ക് ആദ്യം പോയൊന്ന് ഫ്രഷ് ആവാം. നീ വാ, എന്നിട്ട് മെല്ലെ നടക്കാൻ തുടങ്ങാം. ഇപ്പൊ തന്നെ തുടങ്ങിയാലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. നീ വാ. ആ ചെല്ല്, പോയൊന്ന് ഫ്രഷ് ആവുക. അപ്പൊ സാറ് വരുന്നില്ലേ? എങ്ങോട്ട്? അല്ല, ഫ്രഷ് ആവാൻ. ആ ഞാൻ വരണോ? ഓ അങ്ങനെയല്ല, സാറ് വരുന്നില്ലേ ഫ്രഷ് ആവാൻ എന്ന് ചോദിച്ചതാണ്. ആ വരുന്നുണ്ട്, ആദ്യം നീ കേറ്. അത് വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. ബാ. ആ സൂക്ഷിച്ചിറങ്ങ്. ആ ആ ഓക്കെ സർ. ಹೇ ಅಬ್ಬು, ಏ ಅಲ್ಲಿ ನೋಡು. ಅಲ್ಲಿ ನೀಡಿ. ಯಾರದು? ಹಾ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಹೋಗಿ ನೋಡೋಣ. ಹಾ ಹೋಗಿ ನೋಡೋಣ. എന്റെ പൊന്നു സാറേ, എനിക്ക് പേടിയാവുന്നു. നമ്മൾ പോയി പോയി പിന്നെ കാടിന്റെ ഉള്ളിലോട്ടാ പോകുന്നെന്നാ തോന്നുന്നേ. നീ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം. ഞാനില്ലേ? ആ അതന്നെയാണ് എന്റെ പേടി. എന്താ? ഒന്നുമില്ല. വാ ഇങ്ങോട്ട്. അയ്യോ ಹೇ ನೀವು ಯಾರು? ಏತಕ್ಕಾಗಿ ನೀನು ಏನಂದಿಯಾ? അയ്യോ ചായ, ഇതൊക്കെ ആരാ? ഇവരെന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ചായ, നമ്മൾ ഡൽഹിയിലായിരുന്നോ? നമ്മളെപ്പോഴാ വേറെ ഭാഷയുള്ള സ്ഥലത്തെത്തിയേ? അയ്യോ എടി പെണ്ണ, നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇവരേതാ പറയുന്ന ഭാഷയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കേട്ടിട്ട് പല തെലുങ്കോ കന്നഡയാണെന്ന് തോന്നുന്നു. തോന്നുന്നോ? നിങ്ങൾ എന്നെ എവിടെയാണോ മനുഷ്യ കൊണ്ടുവന്നേ? അയ്യോ എനിക്കിപ്പൊ എന്റെ വീട്ടിൽ പോണേ. അയ്യോ എടി മോളെ, ഒന്നും മിണ്ടാതിരിക്കേ നീ. ഓ ഇവളിത്. നിങ്ങൾക്കത് പറഞ്ഞാൽ മതി മനുഷ്യ. എനിക്ക് എന്റെ പിള്ളേരെ ഇപ്പൊ കാണണം. പിള്ളേരാ? ഏത് പിള്ളേര്? എടി നീ ഞാനറിയാതെ കൊല്ല കല്യാണം കഴിച്ചാ? നിങ്ങൾ എന്താണോ മനുഷ്യ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ ഉദ്ദേശിച്ച എന്റെ അമ്മീനെ ആരോനെ, എന്റെ ജനീനെയാണ്. എനിക്കിപ്പൊ അവരെ കാണണോ? അതായിരുന്ന ഒരു നിമിഷത്തേക്ക് ഞാൻ അങ്ങില്ലാണ്ടായി പോയി. നിങ്ങൾ എന്തിനാ ഇല്ലാണ്ടാവുന്നേ? അത് പിന്നെ അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. അത് ശരിയാ, അതല്ല ഇവിടുത്തെ വിഷയം. അയ്യോ എനിക്കിപ്പോ ഇവിടുന്ന് പോണേ. അയ്യോ എടി നീ ഒന്ന് കരയാതെ ഇരിക്കടി പെണ്ണേ. നമുക്കത് ചോദിക്കാം, നീ ഒന്ന് മിണ്ടാതിരിക്കേ. ഇനി നീ വാ തുറന്ന ഈ വന്നവർക്ക് നിന്നെ ഞാൻ പിടിച്ചങ്ങ് കൊടുക്കും. അല്ലാന്ന് നിനക്ക് എന്നെ നന്നായിട്ട് അറിയാലോ. ಸಮಸ್ಯೆ ಏನೆಂದರೆ ಈ ಮಗು ಹೇಗೆ ಆಳುತ್ತಿದೆ. ಹೇ ಅಬ್ಬು, ನಾವು ಹೇಳುತ್ತಿರುವುದು ಅವರಿಗೆ ಅರ್ಥವಾಗುತ್ತಿಲ್ಲ. ಹಾ ಅವರನ್ನು ಸಾರ್ ಬಳಿ ಕರೆದುಕೊಂಡು ಹೋಗೋಣ. ಹಾ ಹೋಗೋಣ. എന്നെ കൈ പിടിച്ചേക്കുന്നു ജയ. ജയ വിടാ പറയ ജയ. വിടറ പട്ടി. കൈ നീടറോ. അതാ എന്റെ പ്രോപ്പർട്ടിയാ. വിടറോ. ഓ ഒന്ന് മിണ്ടാരടി പട്ടി. ഓ എടോ വിട്ട്. അതാ എന്റെ കൈ ഇങ്ങോട്ടാ. എടാ വിട് വിട്ട്. എടാ പട്ടിയാളെ, എന്നെ കൊണ്ടുപോവല്ലേ. ഇങ്ങനെ മാത്രം കൊണ്ടുപോക്കൂ. എനിക്ക് ജീവിച്ച് മതിയായില്ല. എന്റെ പൗരിങ്ങനെ കൊണ്ടുപോക്കൂ. അവിടെ ചെന്നിട്ട് തലയിറക്കാനൊക്കെ ആയിരിക്കും. അയ്യോ എടി പട്ടി, നീ ആളെ ഒറ്റ കൊടുക്കുന്ന കളപ്പന്നി. നിനക്ക് ഞാൻ തരാടി. ഒന്ന് പോടാ അവിടുന്ന്. ഇവിടുന്ന് ആദ്യം എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിക്ക്. അയ്യോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഏലു അയച്ചു വിടുന്നു മാത്രമേ അറിയത്തുള്ളൂ. അയ്യോ എനിക്ക് ഭാഷ പോലും അറിയില്ലല്ലോ. ഇടി പെണ്ണൊന്നും മിണ്ടാതിരിക്കേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കോ. കുറച്ചേരം വായടച്ചതൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ?
ഇല്ല, ഞാൻ അടക്കില്ല എൻ്റെ വായ. അയ്യോ, ഞാൻ ചാവാൻ പോകുന്നേടേ. എന്നെ കൊന്തോളം കൊണ്ടുപോകുന്നേ കള്ളപ്പന്നികൾ. അയ്യോ. ഓ ഇവളിത്, അയ്യോ ഇനി ഇവള് പറഞ്ഞ മാതിരി വല്ല തലാർക്കാനും കൊണ്ടുപോവാണോ? കണ്ടിട്ടില്ലേ ഈ ടി വിയിലൊക്കെ ഈ മീൻ ഇങ്ങനെ ഓ ആവശ്യ സമയത്ത് ഒരു വാക്കുമായി കിട്ടത്തില്ല. പണ്ടാറം ഒന്നും ഈശ്വര, അങ്ങനൊന്നും ആവരുതേ. അയ്യോ കട്ടാള മാമ, കട്ടാള മാമ, എന്നെ എവിടെയും കൊണ്ടുപോകല്ലേ മാമ. ഞാനൊരു പാവാണ് മാമ. എന്റെ തല നിറക്കല്ലേ. ഷേ ഇവൾക്കത് എന്താണ്? മാമ, കട്ടാള മാമ, ഇങ്ങേരാണ് എല്ലാത്തിനും കാരണം മാമ. കട്ടാള മാമ, കട്ടാള മാമൻ അറിയോ മാമ? ഇങ്ങേര് ഓടിച്ച വണ്ടി ആ വെള്ളത്തിൽ തള്ളിയിട്ടതാണ് മാമ എല്ലാത്തിനും കാരണം. അതുകൊണ്ടാ കട്ടാള മാമ ഇത്ര ദിവസം ഞങ്ങൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നത്. കട്ടാള മാമ, ഞങ്ങളൊന്നും ചെയ്യരുത് മാമ. ഡി പന്നി എല്ലാം കൂടി എന്റെ തലകിടാൻ നോക്കുന്ന. പിന്നെ നിങ്ങൾ തലകിടാതെ പിന്നെ ഞാൻ എന്റെ തലകിടണോ? അയ്യോ, എനിക്ക് ചാവണ്ടേ. എടി പുല്ലേ, ഇവിടെ നിന്നിട്ട് നമ്മൾ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? നിനക്ക് കൊല്ലലായിരിക്കും ഇടി പട്ടി. കാട്ടാള മാമ, കാട്ടാള മാമ കേൾക്കുന്നില്ല. ഇങ്ങനെ എന്നെ കൊല്ലുന്നു പറയുന്നു മാമ. സാരോ സാരോ ഹാ ഹാ ആ എന്താ? ഇതായിരിക്കും ഇവരുടെ തലവൻ. തലവനോ? ഇച്ചായ, ഇങ്ങനെ വരുന്ന ആൾക്കാർക്കൊക്കെ ഓരോ നമ്മൾക്ക് ഓരോ ശിക്ഷ കൊടുക്കില്ലേ? അയാള് ഇതാണോ? ആ എന്തോന്ന് ശിഷ്യ? ഇച്ചായ, ഇങ്ങനെ അതിക്രമിച്ച് വരുന്നവർക്കൊക്കെ ഓരോന്ന് കൊടുക്കില്ലേ? അവര് ഇതാണോന്ന്? എടി നീ എന്തൊക്കെയാടി പറയുന്നത്? എനിക്ക് എങ്ങനെ അറിയാനോ? ഞാൻ ഇവിടെ ആയിരുന്നോ? ആണെന്നാണ് ഇച്ചായ തോന്നുന്നേ. നമ്മളിനി എന്താ ചെയ്യാ? എടി പെണ്ണെ ഒന്ന് മിണ്ടാതിരിക്കാടുത്ത് വരുന്നു. ಓಕೆ. ಸಾರು ನಾವು ಘಾಟಿಗೆ ಹೋದಾಗ ಅವರನ್ನು ನೋಡಿದ್ದೇವು. ನಾವು ಹೋಲುತ್ತಿರುವುದು ಅವರಿಗೆ ಅರ್ಥವ ಗೊತ್ತಿಲ್ಲ. ಹಾ ಸರಿ, ನಾವು ಅದೇನು ನೋಡಿಕೊಳ್ಳುತ್ತೇನೋ. ನೀವು ಹೋಗು. ಹಾ ಸರಿ. ಹಾ where are you from? സാറേ, വി ആർ ഫ്രം കേരള. ആ മലയാളീസാ? മലയാളി, മലയാളി. ഓഹോ, ഞാൻ വന്ന് തമിഴ്. ആഹാ, തമിഴായിരുന്നോ? എനിക്ക് കൊഞ്ചു കൊച്ചുമാ തമിഴ് പേസ അറിയും. ஆஹா தமிழ் தெரியுமா? தெரியும் தெரியும். நான் வந்து தமிழ் மூவிஸ் எல்லாம் காணும். பார்க்கும். ஆமாம் ஆமாம், பார்க்கும். அதெல்லாம் இருக்கட்டும். நீங்க என்ன இங்க பண்ற? அது வந்து சாரே, நாங்க இப்படி அல்ல அப்படி போடுறா. நீங்க மலையாளத்திலே சொன்னா போதும், எனக்கு மலையாளம் கேட்டா புரியும். அதனால நீங்க മലയാളത്തിലേ சொல்லு. അതിന്റെ മുന്നേ സാറേ, ഞങ്ങൾ ആ കാടിൻ്റെ ആ റോഡിന് കൂടെ പോവുമായിരുന്നു. അപ്പം ഇങ്ങനെ ബ്രേക്ക് കിട്ടിയില്ല. നേരെ പോയി ഞങ്ങളുടെ വണ്ടി ആ പുഴയിൽ ചാടി. അപ്പോഴോ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നീച്ച് വരുമായിരുന്നു. ഐ മീൻ അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് വന്ന് ലാസ്റ്റ് ഇവിടെയാണ് എത്തിച്ചേർന്നത്. അതാണ് സാറേ ഉണ്ടായത്. ஓ அப்படியா? அந்த பிரிட்ஜ் வந்து கொஞ்சம் தூரமா இருக்கே. அப்போ நீங்க வந்து எத்தனை நாள் இந்த காட்டுல இருந்தே? அது வந்து 1.5 days. அப்படியா? ஓகே, நீங்கள் பயப்பட வேணாம். உங்களுக்கு டவுன்லேக்கு போக எல்லா ஏற்பாடும் நான் பண்ணுறேன். நீங்கள் பயப்பட வேணாம். ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു. സാറേ സാറേ, എന്നമ്മാ? അത് മാത്രമല്ല, ഒരു ഹെൽപ്പ് കൂടെ ചെയ്യോ? என்ன വേണോ? നിങ്ങൾ சொல்ல. അതെന്റെ പൊന്ന് സാറേ, എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. എനിക്ക് കുറച്ച് ചോറ് തരുമോ? ஓ ஐ எம் ரியலி சாரி, நான் அதுவும் மறந்துவிட்டேன். நீங்கள் வாங்கோ, நான் உங்களுக்கு ஃபுட்டு தரேன். வா. அது பரவாயில்ல, நாங்கள் கொஞ்சம் டேஸாக கடலில் இருந்தேல, அதனால ரொம்ப பசிக்குது. அதனால தான் அவள் அப்படி சொன்னேன். நீங்கள் ஒன்றும் கருத வேணாம். ஹே நோ நோ நோ, அப்படி ஒன்றும் சொல்லக்கூடாது. அவள் உண்மைதானே கேட்டேன். அவൾക്ക് വിശക്കുന്നുണ്ടാകും. ഐ മീൻ മലയാളം കറക്റ്റ് തന്നെ. ഓക്കെ, നിങ്ങൾ വാങ്ങൂ. ഓക്കെ സാർ. நான் நினைப்பதே அதுவும் இல்லை. இந்த போலீஸ் எல்லாம் இங்கே இருக்க. நீங்கள் சொன்னதானே 2 days நீங்கள் இங்கே காட்டில் தான் இருக்கேன்னு. அப்படி தானே இந்த போலீஸில் என்கொயரி பண்ணணும்ல.
அப்போ அவர் வந்து இந்த ஊருக்கும் வரணும். ஆனால் அவர் இந்த நிமிடம் வரை இந்த ஊருக்கு வந்தது இல்லை. அதனால தான் കേട്ടேன். ഞാൻ ചോദിക്കാൻ നിൽക്കുമായിരുന്നു സാറേ. സാറേ, അപ്പോൾ ഇവർക്ക് ഈ സർക്കാരിൽ നിന്ന് ഒന്നും ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ലേ? അല്ല, ഇവരുടെ വീടും പിന്നെ പരിസരം അവരുടെ ജീവിതശൈലിയെല്ലാം നോക്കിക്കൊണ്ടൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നും തോന്നരുത്. கவர்மெண்ட் பெனிஃபிட்ஸா? கிடைச்சது தானே, அது சொன்ன இருந்தால் போதும். அவன் வந்து ஒரு மயிரும் கொடுக்க மாட்டேன். இந்த ஆൾക്കാർ எப்படிதான் ജീവിക്കണമെന്ന് പോലും അവർ ഗവനിക്ക മാട്ടേൻ. എതുക്കാക എന്ത് ഗവൺമെൻറ്? അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താ? இந்த கவர்மெண்ட் ஒன்றுமே செய்ய மாட்டேன். நீங்கள் பஸ்ஸு പറഞ്ഞാൽ അവർ வந்து നായ അടം പോകും. പിന്നെ வந்து கடலை, இந்த ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുതന്നെ അവരുടെ ഫുഡ്. ആൻഡ് இந்த കുഴന്തങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതെല്ലാം ഞാൻ தான். എന്നാലും മുടിയുന്നത് ഞാൻ അവർക്ക് ചൊല്ലിക്കൊടുപ്പേ, അവളോதான். അപ്പൊ സാറേ, നമ്മൾ കാണുന്നതല്ലേ ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് സർക്കാർ മാറ്റി വെക്കുന്നതൊക്കെ. അപ്പോൾ ആ ഫണ്ടൊക്കെ അതൊന്നും അപ്പോൾ ഇവർക്ക് കിട്ടുന്നില്ലേ? அப்படி இப்படி ரொம்ப நிறையா ஃபண்ட் இருக்குதானே அவர் சொன்னேன். ஆனால் ஒன்று போலும் இங்கே கிடைக்கல. இந்த ஃபேமிலிஸ் எல்லாரையும் நீங்கள் தானே ஒன்று பாரு, அப்போது உங்களுக்கு தானே புரியும். அது ஒன்றுமே இங்கே கிடைக்கல. எதுக்காக சொல்லணும்? ஹாஸ்பிட்டல் போலும் இங்கே எடுத்திല്ല. அதனால എത്ര ജീവിതങ്ങൾ നഷ്ടപ്പെട്ടെന്ന് தெரியுமா? അതൊന്നുമേ ആർക്കും ഗവനിക്ക വേണം. എല്ലാവർക്കും അവ കാര്യങ്ങൾ மட்டும்தான் இருக்கு. இந்த குழந்தைங்க அவருக்கு ஒரு நேரത്തെ ஆகாரம் போலும் கிடைக்காத என்ன ദിവസങ്ങൾ இருக்குன்னு உனக்கு தெரியுமா? அப்பதான் நம்மளெல்லாம் சுகிச்சு அங்கே பெட்டர் லைஃப் வாழ்ந்து கொண்டு இருக்க. இந்த கவர்மெண்ட் வந்து ரொம்ப நீதிகேடு தான் இவங்களோடு காண்கிறேன். அதுன்னு கேட்க போனால் நம்ம செருப்பாலே அடிச்சு விடும். அதனால வா முடி சும்மா இருக்கா. நமக்கு செய்ய பറ്റുന്നதெல்லாம் நாம் செய்யும், அவ்வளோதான். நான் இந்த மாதிரி பேசலாம் பேசி உன் டைம் வேஸ்ட் பண்ண விரும்பலை. அதனால் நீங்கள் ரெடி பண்ணுங்க. கொஞ்சம் டைம், அதுக்கப்புறம் ஒரு வண்டி வரும், அதில் கறி உங்களுக்கு ஊர்லோட்டு போகலாம். தேங்க்யூ சார். ഓക്കെ. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഉങ്ക பார்த்ததுக்கு. വീണ്ടും കാണലാം. ബൈ. ബൈ സാർ, പിന്നെ കാണാമേ. ബൈ. പിന്നെ സാറ് പറഞ്ഞിട്ടില്ലായിരുന്നോ ഇവർക്ക് വേണ്ട ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ? അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യുക കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റൽ, പിന്നെ ഒരു സ്കൂൾ ഒക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിജമാവാ? യെസ്, സാറിന് അതിന് വേണ്ട എല്ലാം ഞങ്ങൾ ചെയ്തേക്കാം. എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ടേക്ക്. ഓക്കെ ബൈ. ഓക്കെ സർ, ബൈ. ഹായ്, ഹലോ, ഞാൻ കാറ്റി. ഞാൻ ഇപ്പോൾ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. ഇതിൽ മലയാളം അല്ലാതെ വേറെ കുറേ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, എനിക്കറിയാം. സത്യം പറഞ്ഞാൽ അതും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തമിഴ്, പിന്നെ അതിലുള്ളത് തെലുങ്കാണ്, അല്ല കന്നഡ, എന്തായാലും ആ ഭാഷ അതൊന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. സത്യം പറഞ്ഞാൽ മലയാളം പോലും കറക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ബാക്കിയുള്ള ഭാഷ. അപ്പോൾ ഇതൊക്കെ എന്തിനാ പിന്നെ അറിയാത്ത എന്തിനാ അതിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. അത് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. എനിവേ, എന്തായാലും എന്തൊക്കെയൊക്കെയോ ഞാൻ കാട്ടി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ ബൈ, പിന്നെ കാണാം.